നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തരുതെന്ന് ഹൈക്കോടതി. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴയിൽ ഇല്ലെന്ന് ബോട്ടുടമകൾ. നിയന്ത്രണമിട്ട കാർ ബസ്സുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലുമാണ് കാറിടിച്ചത്. MC റോഡിൽ ചെങ്ങന്നൂരിലായിരുന്നു അപകടം. പണവും രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല. റിട്ടയർഡ് BSF ഉദ്യോഗസ്ഥന്റെ പേഴ്സാണ് നഷ്ടമായത്. കുണ്ടറ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തരുതെന്നാണ് നിർദ്ദേശം. എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴ ജില്ലയിൽ ഇല്ല. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ പോലും വേണ്ടത്ര സംവിധാനം ഇവിടെയില്ല. ഈ സാഹചര്യത്തിലാണ് പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവെത്തിയത്. ഇതോടെ ഹൗസ് ബോട്ട് മേഖല ആശങ്കയിലാണ്. ഹൈക്കോടതിയുടെ ജനുവരി 20 ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശപ്രകാരമാണ് തുറമുഖ വകുപ്പ് പരിശോധന കർശനമാക്കുന്നത്. ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മാസത്തിനു ശേഷം ഇത്തരം ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യമില്ലാതെ എങ്ങനെ ഉത്തരവ് പാലിക്കാനാകും എന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ചോദ്യം. നിലവിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ആലപ്പുഴ ജില്ലയിൽ പ്ലാന്റില്ല. ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 6 ബ്ലോക്കിൽ വാങ്ങി നൽകിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രളയത്തിൽ തകരാറിലായി. പിന്നീട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ചേർത്തല ഇൻഫോ പാർക്കിലെ STPയിൽ മാലിന്യം എത്തിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ലോറികളിൽ ശേഖരിച്ച് എറണാകുളം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. കുമരകത്തെ പ്ലാന്റിനെയും ചിലർ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര STP സൗകര്യം ലഭ്യമല്ല. ഇതിനു പുറമെയാണ് വാഷ് ബേസിനിൽ നിന്നും അടുക്കളയിൽ നിന്നുമുള്ള വെള്ളവും സഞ്ചാരികൾ കുളിക്കുന്ന വെള്ളവും ശുദ്ധീകരിക്കണമെന്ന നിർദ്ദേശം എത്തിയത്. നിലവിൽ ഭൂരിഭാഗം ഹൗസ് ബോട്ടുകളിലും ഈ വെള്ളം കായലിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ബയോ ട്രീറ്റ്മെന്റ് സംവിധാനമുള്ള ടാങ്കുകളിൽ വെച്ച് സംസ്കരിച്ച ശേഷം പുറന്തള്ളുന്നവയുമുണ്ട്. കോടതി ഉത്തരവ് തിടുക്കത്തിൽ നടപ്പാക്കാൻ വേണ്ടത്ര സംവിധാനമില്ലെന്നാണ് ഹൗസ് ബോട്ട് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ യാത്രികനും 500 മുതൽ 1000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കും. ഇത് അത്രയും സംഭരിച്ച് സംസ്കരിക്കുക പ്രായോഗികമല്ല. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ STP പ്ലാന്റ് C ബ്ലോക്കിൽ സജ്ജമാക്കുന്നുണ്ട്. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ഇടമാകുമെങ്കിലും വെള്ളം ശേഖരിക്കുക ബുദ്ധിമുട്ടാകും. ഹൗസ് ബോട്ടുകളിൽ തന്നെ ബയോ ട്രീറ്റ്മെന്റ് നടത്തി പുറന്തള്ളുന്ന വെള്ളം പരിശോധിച്ച് ഗുണനിലവാരമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ DTPCയുടെ നേതൃത്വത്തിൽ 7 കിയോസ്കുകളുണ്ടെന്നും ഇവിടങ്ങളിലെത്തി വെള്ളം സംസ്കരിക്കാമെന്നുമാണ് തുറമുഖ വകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയന്ത്രണമിട്ട കാർ ബസ്സുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലുമാണ് കാർ ഇടിച്ചത്. കാർ യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. MC റോഡിൽ ചെങ്ങന്നൂരിലായിരുന്നു അപകടം. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറഞ്ഞത്. MC റോഡിൽ ചെങ്ങന്നൂരിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലും ഇടിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറ് ഭാഗികമായി തകർന്നു. ബസ്സുകളുടെ മുൻഭാഗവും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മേടത്തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. അക്ഷയ തൃതീയ ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മേട തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. അക്ഷയ തൃതീയ ദിനത്തിൽ ഭഗവത് ദർശനത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്.
അക്ഷയതൃതീയ നാളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തിരുവാതിരയും അക്ഷയതൃതീയയും ഒത്തുചേരുന്ന വേളയിൽ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളും നടത്തി. തന്ത്രിമുഖ്യരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ലക്ഷ്മി വിനായക പൂജ എന്നിവയും നടന്നു. പെരുന്തച്ചൻ കൊത്തിയെടുത്ത പടിഞ്ഞാറഭിമുഖമായ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ അക്ഷയതൃതീയ നാളിൽ ഉണ്ണിയപ്പം വഴിപാടായി അർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പണവും രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും ആളെ കണ്ടെത്താനായിട്ടില്ല. റിട്ടയർഡ് BSF ഉദ്യോഗസ്ഥനായ തൃപ്പലഴികം സ്വദേശി G. യോഹന്നാന്റെ പേഴ്സാണ് നഷ്ടമായത്. ഈ മാസം 14/4/26 ഏകദേശം 10:38 മണിക്ക് 10 മണി കഴിഞ്ഞ് 38 സെക്കൻഡ് രാവിലെ ഞാൻ പടവല സ്റ്റോറിൽ വരികയും അവിടുന്ന് ഏകദേശം 2195 രൂപയുടെ സാധനം മേടിച്ചിട്ട് എൻ്റെ പേഴ്സ് അറിയാതെ അവരുടെ കൗണ്ടറിൽ ഞാൻ വയ്ക്കുകയും പേയ്മെൻറ്റിന് ശേഷം ഞാൻ അപ്സ്റ്റേർ കയറിയിട്ട് പടവല സ്റ്റോറിൻ്റെ അപ്സ്റ്റേർ കയറിയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് ഒരു കപ്പ് ഞാൻ നോക്കുകയും ആയിരുന്നു. അത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പോക്കറ്റിൽ നോക്കിയപ്പോൾ പേഴ്സ് കാണുന്നില്ല. അത് ഞാൻ നോക്കുവാൻ താഴെ കൗണ്ടറിൽ ചെന്നപ്പം പ്രോവിഷൻ സ്റ്റോറിൻ്റെ മേശയിൽ നോക്കിയിട്ട് അത് കാണുന്നില്ല. ഏപ്രിൽ 11-നായിരുന്നു സംഭവം. കുണ്ടറ ആശുപത്രി മുക്കിലെ പടവിള സൂപ്പർമാർക്കറ്റിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനെത്തിയതാണ് യോഹന്നാൻ. കൗണ്ടറിൽ പണം നൽകിയ ശേഷം പേഴ്സ് കൗണ്ടറിൽ വെച്ച് മറന്നു. തൊട്ടു മുകളിലത്തെ നിലയിലെത്തി പേഴ്സ് നോക്കിയപ്പോൾ കാണാത്തതിനെ തുടർന്ന് തിരികെ എത്തി അന്വേഷിച്ചു. പേഴ്സ് ആരോ എടുത്തുകൊണ്ടുപോയതായി കൗണ്ടറിൽ നിന്ന് സ്റ്റാഫ് പറഞ്ഞു. CCTV പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങളിലും പേഴ്സ് എടുത്തുകൊണ്ടുപോകുന്നയാളെ വ്യക്തമായി കാണാം. തുടർന്ന് കുണ്ടറ പോലീസിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതി നൽകി. 8000-ഓളം രൂപയും രേഖകളും കൊട്ടാരക്കര പോലീസ് ക്യാന്റീനിലെ സ്മാർട്ട് കാർഡ് ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു. പണം നഷ്ടമായാലും രേഖകൾ തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് യോഹന്നാൻ പറയുന്നത്. കാശ് എടുത്തുകൊണ്ട് പോയാലും എടുത്തോട്ടെ, അത് പ്രശ്നമില്ല. അത്യാവശ്യം എടുത്തുകൊണ്ട് പോയത് അത് അറിയാതെ നമുക്ക് എടുക്കാമെന്നെങ്കിൽ ഓക്കെ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം കടക്കലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെയും തെളിവെടുപ്പിനായി കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വയല കോവൂർ സ്വദേശികളായ രാഹുൽ, ജിയേഷ്, ലിജോ, അജീഷ് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. കടക്കൽ 5 സ്വദേശിയായ ശരത്തിനെയാണ് 4-അംഗ സംഘം കൊലപ്പെടുത്തിയത്. വയല കോവൂർ സ്വദേശികളായ രാഹുൽ, ജയേഷ്, ലിജോ, അജീഷ് എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കടക്കൽ 5 സ്വദേശിയായ ശരത്തിനെയാണ് 4-അംഗ സംഘം പന്തളം മുക്കിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. കൊല്ലപ്പെട്ട ശരത്തും പ്രതികളിലൊരാളായ അജീഷും നേരത്തെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു. അജീഷ് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ശരത്ത് പറഞ്ഞതിനെ തുടർന്ന് അജീഷിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അന്നു മുതൽ അജീഷ് ശരത്തിനോട് ശത്രുത പുലർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. പിന്നീട് ശരത്ത് വിദേശത്തേക്ക് പോയി. കഴിഞ്ഞ കടക്കൽ തിരുവാതിരയ്ക്കാണ് നാട്ടിലെത്തിയത്. ശരത്തും സുഹൃത്തുക്കളും കടക്കൽ ബാറിലെത്തിയപ്പോഴാണ് അജീഷിനെ കണ്ടത്. ഈ സമയം അജീഷും സുഹൃത്തുക്കളും ചേർന്ന് ശരത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ബാർ ജീവനക്കാർ ഇരുകൂട്ടരെയും അവിടെ നിന്നും പറഞ്ഞുവിട്ടു. പിന്നീട് മേലെ പന്തളമുക്കിൽ വീണ്ടും ശരത്തും അജീഷുമായി സംഘർഷമുണ്ടായി. ഓട്ടോയിലുണ്ടായിരുന്ന വടിവാളെടുത്ത് രാഹുൽ ആക്രമിക്കുകയായിരുന്നു. ശരത്തിനെ വെട്ടുന്നത് കണ്ട് കൂടെയുള്ളവർ ഓടിമാറി. നാട്ടുകാരാണ് സമീപത്തെ വീടിന്റെ സിറ്റൌട്ടിൽ കിടന്ന ശരത്തിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്. എന്നാൽ ശരത്തിനെ രക്ഷിക്കാനായില്ല. ഒളിവിൽ പോയ പ്രതികളെ രാത്രിയോടെ തന്നെ SHO ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് മുളവനയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും. സിന്ദാബാദ്, സിന്ദാബാദ്. പ്രതിഷേധം. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് മുളവനയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം മുളവന മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നളന്ദ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സുജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, പഞ്ചായത്ത് അംഗം സരിനി അനിൽ, മുൻ പഞ്ചായത്ത് അംഗം G അനിൽകുമാർ, KPMS 610 നമ്പർ ശാഖാ പ്രസിഡന്റ് C പങ്കജവല്ലി, ഗായകൻ ഷാജി കുണ്ടറ, ഡോക്ടർ S അനന്തു, മിനി ലക്ഷ്മണൻ, D ദിലീപ്, G ലൈജു, K നളിനി എന്നിവർ പങ്കെടുത്തു. പഴവിളമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് K സോമൻ, ശാന്തകുമാരി, അപ്പുക്കുട്ടൻ, KB ബോബിലാൽ, D രാഗേഷ്, ശോഭനൻ, ശ്രീജ ശ്രീനിലയം, മല്ലിക സോമരാജൻ, ശശികല, സ്മിത ബിജുലാൽ, അമ്പിളി സന്തോഷ്, സീമ മോഹൻ, സുനിമോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഇരവിപുരം കാരിക്കുഴി വയലിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കാരിക്കുഴി സ്വദേശികൾക്കെതിരെയാണ് കേസ്. വയലിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കളുമായി തർക്കമുണ്ടാവുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയുമായിരുന്നു. ഇരവിപുരം കാരിക്കുഴി വയലിൽ പൊതുമാടൻ ക്ഷേത്രത്തിന് സമീപം ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കളെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കാരിക്കുഴി സ്വദേശികളായ വിഷ്ണു, അർഷാദ്, അഖിലനിൽ എന്നിവർക്കെതിരെയാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വയലിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയുമായിരുന്നു. കളിക്കിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വിഷ്ണു കയ്യിലിരുന്ന ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് യുവാവിന്റെ തല അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച മറ്റൊരു യുവാവിനെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അക്രമത്തിന് ശേഷം സ്ഥലത്തു നിന്നും മടങ്ങിയവർ റോഡിൽ പരസ്പരം പോരടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. കാരിക്കുഴി വയലും പൊതുമാടൻ ക്ഷേത്ര പരിസരവും കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പദ്ധതി വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തി കരുനാഗപ്പള്ളി നഗരസഭ. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും കരുനാഗപ്പള്ളി നഗരസഭയ്ക്കാണ്. വാർഷിക പദ്ധതി തുക ചെലവഴിച്ചതും കെട്ടിട നികുതി പിരിവിനത്തിലുമാണ് കരുനാഗപ്പള്ളി 1ാമതെത്തിയത്. വാർഷിക പദ്ധതി തുക ചിലവഴിച്ചതിലും കെട്ടിട നികുതി പിരിവിനത്തിലും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ജില്ലയിൽ 1ാം സ്ഥാനവും നേടി. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് പദ്ധതി വിഹിത ചെലവിൽ 74.98% തുക ചിലവഴിച്ചും കെട്ടിട നികുതി ഇനത്തിൽ 89.53% തുക പിരിച്ചെടുത്തുമാണ് മുന്നേറ്റം. SSCP വിഭാഗത്തിൽ 92.8% തുകയും TSP വിഭാഗത്തിൽ 100% തുകയും ചിലവഴിച്ചതായി അധികൃതർ അറിയിച്ചു. അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കൗൺസിൽ അംഗങ്ങളുടെയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാരതിപുരം ശശിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി. LDF ആണ് ഇതിന്റെ പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് ദിവസം വിളക്കുവട്ടം ബൂത്തിൽ മുനിസിപ്പൽ കൗൺസിലർ ഷമീർ അസോസിന് നേരെ ഇടതുമുന്നണിയുടെയും വാർഡ് കൗൺസിലർ സുഭാഷ് നാഥിന്റെയും നേതൃത്വത്തിൽ ആക്രമണം നടത്തി. സുഭാഷ് നാഥിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു.
പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് വിളക്കുവട്ടത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇതിൽ പങ്കെടുത്ത് ഇടതുമുന്നണിക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് ഭാരതീപുരം ശശിക്കെതിരെ ആക്ഷേപവുമായി LDF രംഗത്ത് വന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വിളക്കുവട്ടത്തെ യോഗത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ പരസ്യമായി കൂകി വിളിച്ച് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. ഇവർക്കെതിരെ കേസെടുക്കണം. പ്രസംഗത്തിൽ പരാമർശിച്ച ചില കാര്യങ്ങളുടെ പേരിൽ വിഷയം വഴിതിരിച്ചുവിടാൻ LDF ശ്രമിക്കുന്നു. നിരന്തരമായി വിളക്കുവട്ടം പ്രദേശത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത തരത്തിൽ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും LDFന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനം LDF തുടരുകയാണ്. ഭാരതീപുരം ശശിയെ പോലെയുള്ള പ്രമുഖ നേതാവിനെ ആക്ഷേപിക്കാനും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കാനുമാണ് LDF നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 220 ബൂത്തുകളാണുള്ളത്. 219 ബൂത്തുകളിൽ നടക്കാത്തൊരു സംഭവമാണ് നമ്മുടെ വിളക്കോട്ടം ഭാഗത്തുള്ള ബൂത്തിൽ അന്നേ ദിവസം നടന്നത്, തെരഞ്ഞെടുപ്പ് ദിവസം നടന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം സ്വാഭാവികമായിട്ട് ബൂത്തുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചില പരസ്പരമുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകും. അതൊക്കെ നേതാക്കന്മാർ ഇടപെട്ട് സാധാരണഗതിയിൽ അതെല്ലാം ശമിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സുഖമായി നടന്നു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അതിന് വിപരീതമായി കാലാകാലങ്ങളിൽ കാണുന്നത് ഈ വിളക്കോട്ടത്തുള്ള ബൂത്തിൽ ചില ആളുകളുടെ നേതൃത്വത്തിൽ സ്ഥിരം കലാപം ഉണ്ടാക്കുക, കയ്യേറ്റങ്ങൾ നടത്തുക, ഇതാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നടന്നത് കൊല്ലൂർ നഗരസഭയിലെ UDFന്റെ ഒരു കൗൺസിലർ, വനിതാ കൗൺസിലർ, അവർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷന്റെ വാതിൽക്കൽ തന്നെ ആളുകൾ നിന്ന് ക്യാൻവാസ് ചെയ്യുന്ന കണ്ടപ്പോൾ അതിനെ എതിർത്തു, പോലീസിനോട് പരാതി പറഞ്ഞു. ഫലമുണ്ടായി. വീണ്ടും അങ്ങനെ സംഭവിച്ചുള്ള ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു കൗൺസിലർ, പുരുഷ കൗൺസിലർ, ആ വാർഡിലെ കൗൺസിലർ, നിലവിലെ കൗൺസിലർ വന്ന് അവരോട് വാക്കുതർക്കം ഉണ്ടാകുകയും അവരെ പിടിച്ചുകളിലെ കയ്യേറ്റം ചെയ്യുകയും അവരെ അടിക്കുകയുണ്ടായി. ഒരു വനിതാ കൗൺസിലറെ അടിച്ചു. നഗരസഭ തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹോദരനെ അടിച്ചു. ഇതൊരു സ്ഥിരം സംഭവമാണ് ആ ബൂത്തിൽ. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, ആ വാർഡിലെ കൗൺസിലർ തന്നെയാണ്. ഇതൊരു സ്ഥിരം രീതിയായിട്ട് അവിടെ എടുത്തിരിക്കുകയാണ്. വിളക്കുവട്ടത്തെ ആക്രമണത്തിലും പൊതുയോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലും മുതിർന്ന നേതാവിനെ പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചതിലും LDF നേതാക്കൾ മൗനം പാലിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് ജില്ലാ ട്രഷറർ നെൽസൺ സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ K ശശിധരൻ, സഞ്ജു ബുഖാരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ S നാസർ, KN ബിബിൻ എന്നിവർ ആവശ്യപ്പെട്ടു. അതിന് ഞങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുവാനും തങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവരെ വാക്കുകൾ കൊണ്ട് വളരെ മോശമായ രീതിയിൽ അപമാനിക്കാവുന്ന ശ്രമങ്ങൾ വർഷങ്ങളായിട്ട് അത് CPMന്റെ ഒരു പാരമ്പര്യ സ്വഭാവമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ്, ഞങ്ങൾ അവിടെ പ്രതിഷേധവും നടത്താനുള്ള സാധ്യത ഉണ്ടായത്. കാലാകാലങ്ങളിൽ വിളക്കൂട്ടം മേഖലയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ആക്രമിക്കാനുള്ള ഒരു വ്യഗ്രത ചില രീതികൾ അവിടെ വർഷങ്ങളായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കൗൺസിലർ ശ്രീ സുഭാഷ് ജി ജാദവ് ആദ്യം മത്സരിച്ച് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ എബ്രഹാം മാത്യുവിനോട് പരാജയപ്പെട്ട ആ കാലഘട്ടത്തിൽ അദ്ദേഹം അന്ന് ആ തെരഞ്ഞെടുപ്പിന് തോക്കാൻ കാരണക്കാരൻ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ട്രഷറായിരുന്ന K ജയകുമാറിൻ്റെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ്, കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തൊട്ടും കടന്ന 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് ശ്രീമതി ഷെമിയുടെ ഇപ്പോൾ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇരയായ കോൺഗ്രസിൻ്റെ കൗൺസിലർ ഷെമി അസീസിൻ്റെ സഹോദരനെ വിളക്കൂട്ടം ചെമ്പിൽ വെച്ച് ആക്രമിച്ചു. ഇപ്പോഴുണ്ടായ സംഭവം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ വിളക്കുവട്ടം ബൂത്തിന് മുമ്പിൽ വെച്ച് ഇവരുടെ നേതൃത്വം 10-20ഓളം CPMന്റെ പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് ബൂത്തിന് മുമ്പിലോട്ട് പിടിച്ചു. ഇവിടെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട 220 ബൂത്തുകളിൽ 219 ബൂത്തിലും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലയിൽ അടുത്ത 2 ദിവസങ്ങളിൽ താപനില 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ N ദേവിദാസ് മുന്നറിയിപ്പ് നൽകി. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില അടുത്ത 2 ദിവസങ്ങളിൽ 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10-ന് പുനലൂരിൽ 39.8 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ചൂടേറിയതും അസ്വസ്ഥത നിറഞ്ഞതുമായ അന്തരീക്ഷ സ്ഥിതി തുടരാനാണ് സാധ്യത. ജില്ലയിൽ താപനില ഉയരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടർ N ദേവിദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു.
പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കെട്ടിട റോഡ് നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ട്രാഫിക് പോലീസ്, പോസ്റ്റ്മാൻ, ലൈൻമാൻ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, ഇ-കൊമേഴ്സ്, പാർസൽ വിതരണക്കാർ, കളക്ഷൻ ഏജന്റുമാർ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങി പുറം ജോലികളിൽ ഏർപ്പെടുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സമയക്രമം പുനഃക്രമീകരിച്ചെങ്കിലും തൊഴിൽ സമയം മിക്കവർക്കും മാറ്റമില്ലാതെ തുടരുകയാണ്. മെയ് 20 വരെ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചയ്ക്ക് 3 വരെ വിശ്രമവേളയാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മിക്കയിടത്തും ഈ സമയത്ത് തൊഴിലാളികൾ ജോലി തുടരുകയാണ്. ഉച്ചസമയത്ത് വെയിലിൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രക്താർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആദിനാരായണന് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം. 90% മാർക്ക് വാങ്ങി വിജയിച്ച് ആദിനാരായണനെ PS സുബാൽ MLA വീട്ടിലെത്തി അനുമോദിച്ചു. AIYF അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത്. 7 വയസ്സ് മുതൽ രക്താർബുദത്തിന് ചികിത്സയ്ക്ക് വിധേയനായ ആദിനാരായണൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. നാടാകെ ഒരുമിച്ച് നിന്നാണ് ചികിത്സ നടത്തിയത്. വട്ടപ്പാറ സ്വദേശിയായ വിഷ്ണു ഗോപാലാണ് മജ്ജ ദാനം ചെയ്തത്. 2021 ഒക്ടോബറിൽ കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലായിരുന്നു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തുടർന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും തളരാതെ പഠിച്ച് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 90%-ലധികം മാർക്ക് നേടി മികച്ച വിജയം കൈവരിക്കുകയായിരുന്നു ആദിനാരായണൻ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ ആദിനാരായണനെയാണ് PS സുബാൽ MLA വീട്ടിലെത്തി അനുമോദിച്ചത്. AIYF അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. തുടർന്നും പഠിക്കാനുള്ള എല്ലാ പിന്തുണയും PS സുബാൽ MLA വാഗ്ദാനം ചെയ്തു. AIYF അഞ്ചൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആദിനാരായണനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമൊരു അസുഖം ബാധിച്ചത്. അപ്പോൾ ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയും എല്ലാവിധ പിന്തുണയും ആദിനാരായണനും കുടുംബത്തിനും എല്ലാവരും നൽകുകയുണ്ടായി. ഒരു വലിയ തിരിച്ചുവരവാണ് ആദിനാരായണൻ്റേത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷപ്പെടുന്നത്. ആദിനാരായണൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആദ്യയുടെ അടക്കം കുടുംബാംഗങ്ങൾ എല്ലാവരും വലിയ പിന്തുണയുമായി ആദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ CBSE പരീക്ഷയിൽ വലിയ വിജയമാണ് ആദി നേടിയത്. ആ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ആദി സംസാരിച്ചത്. അപ്പോൾ സയൻസ് വിഷയമെടുത്ത് പഠിക്കുവാനാണ് ആദി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള വിജയങ്ങൾ ആദിക്ക് ഇനിയും ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നതും ആഗ്രഹിക്കുന്നതും. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ആദിക്ക് കഴിയട്ടെ എന്ന് ആശംസകൾ നേരുന്നു. CPI ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലെനു ജമാൽ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, AIYF ജില്ലാ കമ്മിറ്റി അംഗം P. അജിത്ത്, V. അജിവാസ്, മാജിദ, അമരീഷ്, മൊയ്തു അഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സാഹിത്യകാരനായ പ്രൊഫസർ PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശതാഭിഷേകം സംഘടിപ്പിച്ചു. ആട്ടക്കഥാ സമാഹാരത്തിന്റെ പ്രകാശനവും നടത്തി. സാഹിത്യകാരൻ പ്രൊഫസർ PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശതാഭിഷേക ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MG ശശിഭൂഷൺ ശതാഭിഷേകം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ വല്യച്ഛനെ കുറിച്ച് എത്ര കൃത്യമായാണ് പോറ്റി സാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കഥകളിയോടുള്ള സ്നേഹം, മമത, അതെല്ലാം സംഗീതത്തിനോടുള്ള, പാരമ്പര്യ സംഗീതത്തോടുള്ള, ആലാപന സമ്പ്രദായങ്ങളോടുള്ള പഴയ തലമുറയിലെ കഥകളി ഭാഗവതന്മാരുടെ ഒരു തുടർച്ചയായ ഈ വ്യക്തിയുടെ പ്രത്യേകതകൾ അതെല്ലാം പോറ്റി സാർ എത്ര മനോഹരമായി കൃതകൃത്യതയോടുകൂടിയാണ് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അത്ഭുതം തോന്നി. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 7 ആട്ടക്കഥകളുടെ സമാഹാരമായ സപ്തദളങ്ങൾ TK ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. ഭീഷ്മയുടെ പ്രകാശനം പ്രൊഫസർ തുമ്പമൻ രവിക്ക് നൽകി ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ നിർവഹിച്ചു. KV രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, പഞ്ചായത്ത് അംഗം S. ദിലീപ് കുമാർ, സുനിൽ വല്യത്ത്, KP അജിതകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തരുതെന്ന് ഹൈക്കോടതി. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴയിൽ ഇല്ലെന്ന് ബോട്ടുടമകൾ.
കൂട്ടിയിട്ട കാർ ബസ്സുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലുമാണ് കാറിടിച്ചത്. MC റോഡിൽ ചെങ്ങന്നൂരിലായിരുന്നു അപകടം. പണവും രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല. റിട്ടയർഡ് BSF ഉദ്യോഗസ്ഥന്റെ പേഴ്സാണ് നഷ്ടമായത്. കുണ്ടറ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.